ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം ഡിഗ്രി പാസ് ഔട്ട് ആയവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലി ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും ബാങ്ക് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കാണുമായിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് ജോലിയോട് താല്പര്യമുള്ളവർ കാണും. പക്ഷേ അത് പാടായിട്ടുള്ളൊരു ജോലിയാണല്ലോ, അല്ലെങ്കിൽ ആ എക്സാം ഭയങ്കര പാടാണല്ലോ എന്ന് കരുതിയിട്ട് കുറേ പേരെങ്കിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എഴുതുന്ന എക്സാംസിൽ തന്നെ ഏറ്റവും വേഗം നമുക്ക് ജോലിക്ക് കയറാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ബാങ്ക് എക്സാം എന്ന് പറയുന്നത്, ബാങ്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 7 അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ തന്നെ മെയിൻസിൻ്റെ റിസൾട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും വേഗത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന വേറെ ഒരു എക്സാമും ഇല്ലെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100% ഉറപ്പിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ബാങ്ക് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് എക്സാംസ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ IBPSൻ്റെ എക്സാം. IBPS എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ ആകമാനം 12 നാഷണലൈസ്ഡ് ബാങ്കാണുള്ളത്. അതിൽ 11 പബ്ലിക് സെക്ടർ ബാങ്ക് പ്ലസ് 1 SBI ആണ് പറയുന്നത്. അപ്പോൾ ഈ 11 ഗവൺമെൻറ് ബാങ്കുകൾ കൂടി ഒരുമിച്ച് നടത്തുന്ന എക്സാമാണ് IBPSൻ്റെ എക്സാം എന്ന് പറയുന്നത്. അതിൽ പ്രൊബേഷണറി ഓഫീസറിൻ്റെയും ക്ലർക്കിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവരെ എക്സാംസ് നടത്തും. ദെൻ വരുന്ന നബാർഡിൻ്റെ വിളിക്കാറുണ്ട്. RBI എക്സാംസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, SBIയുടെ എക്സാംസ് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വിവിധ ഇൻഷുറൻസ് എക്സാമും ബാങ്ക് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രൊബേഷണറി ഓഫീസറിൻ്റെ പോസ്റ്റ് വരാറുണ്ട്. PO അതായത് അസിസ്റ്റന്റ് മാനേജറാണ് ആ പോസ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറിന്റെ പോസ്റ്റാണ് വരുന്നത്. അതിന്റെ പേ സ്കെയില് നോർമലി ഒരു 80,000 പ്ലസ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ ഫസ്റ്റ് കയറുമ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കയ്യിൽ ഇൻ ഹാൻഡ് കിട്ടും ഒരു പ്രൊബേഷണറി ഓഫീസറിന്. ദെൻ വരുന്നത് അസിസ്റ്റന്റ് എന്ന് ജൂനിയർ അസോസിയേറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് തന്നെ നമുക്കൊരു 45,000 എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. 45,000 ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. പിന്നെ പറയുന്നത് SO ആണ്. അത് എഞ്ചിനീയറിംഗിന് സ്പെസിഫിക് ഡൊമൈൻ പഠിച്ചവർക്കായിരിക്കും അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം മെയിനായിട്ട് വരുന്ന പോസ്റ്റുകളാണ് POയുടെയും ക്ലർക്കിൻ്റെയും പോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഷുറൻസ് എക്സാം എഴുതാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നതാണ് LICയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ LICയുടെ അസിസ്റ്റന്റിൻ്റെ എക്സാം 2019 ശേഷം ഇതുവരെയും വിളിച്ചിട്ടില്ല. സോ അത്രയും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ 2026 ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും, എഴുതാനായിട്ട് സാധിക്കും. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് OACL അതായത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ബാങ്ക് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് ബാങ്കിൽ മാത്രമല്ല ജോബ് കിട്ടുന്നത്, നമുക്കൊരു ഇൻഷുറൻസ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ബാങ്കിനെക്കാളും നമ്മൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുവാണെങ്കിലും ജോബിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുവാണെങ്കിലും നമുക്ക് ഇൻഷുറൻസ് ആണ് കുറച്ചുകൂടി കംഫർട്ടും കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ക്രൂഷ്യൽ ഡേറ്റ്സ് അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. SBI POയുടെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ആദ്യം വരുന്നത്. അത് നമ്മളൊരു ജൂലൈയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ SBI ക്ലർക്കും അതിനുശേഷം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാം. IBPS PO ക്ലർക്ക് എക്സാംസ് വരും. ദെൻ RRB എക്സാംസ് വരും, ഗ്രാമീൺ ബാങ്കിൻ്റെ എക്സാംസ് വരും. അപ്പം നമ്മുടെ IBPSൻ്റെ കലണ്ടറിൽ സ്പെസിഫിക് ആയിട്ട് IBPS PO ക്ലർക്കിൻ്റെയും RRB PO ക്ലർക്കിൻ്റെയും ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് പ്രിലിംസ് മെയിൻസിൻ്റെ ഡേറ്റ്. RRB ആണെങ്കിൽ നവംബർ ഡിസംബർ ആണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ ഫസ്റ്റ് പ്രിലിംസ് നടത്താറുണ്ട്, മെയിൻസ് നടത്താറുണ്ട്. അപ്പോൾ PO ആയാലും ക്ലർക്ക് ആയാലും 2 സ്റ്റേജ് വരാറുണ്ട്. ദെൻ PO വരുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, 3rd സ്റ്റേജും കൂടെ വരാറുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, 3 സെക്ഷൻസ് ആണ് പ്രിലിംസ് വരുന്ന സമയത്ത് വരുന്നത്. ദെൻ മെയിൻസ് വരുന്ന സമയത്ത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് ആണ്. 4 സെക്ഷനാണ് മെയിനായിട്ട് വരുന്നത്.
ദെൻ റീസണിങ്ങിൻ്റെ സിലബസ്, ഇപ്പോൾ സിലബസ് നമ്മൾ തരുവാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 ടോപ്പിക്സ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ അതിലേറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ വഹിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് പ്രിലിംസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കയറി പറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിടുക. ദെൻ ബാക്കിയുള്ള ടോപ്പിക്സ് ഇതാ പറയുന്നുണ്ട്. ദെൻ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടോപ്പിക്സ് ആണ് പറയുന്നത്. ഇപ്പോൾ കോണ്ട് എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് മാത്സ് ആണ് വരുന്നത്. അപ്പോൾ മാത്സ് എന്ന് എഴുതിയിട്ട് ബാങ്കിൻ്റെ എക്സാമിൽ മാത്സ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആരും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള മാത്സ് ആണെന്ന് കരുതരുത്. നമ്മൾ 10th എന്ത് പഠിക്കുന്നോ ആ ടോപ്പിക്സ് തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഏതൊരു ലെവലിൽ 10th നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം അതിൻ്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ബേസ് എല്ലാം എവിടെയാണ്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നിടത്താണ് നമ്മളെ ബേസ് കിടക്കുന്നത്. ദെൻ അതിൻ്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നതേ ഉള്ളൂ, നമ്മൾ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല. ഓക്കെ. ദെൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം കട്ട് ഓഫിന്. മെയിനായിട്ട് വരുന്നത് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ. അപ്പോൾ ഈ വർഷം SBI ക്ലർക്കിന് 2025 വന്ന കട്ട് ഓഫ് ആയിരിക്കാം 2026 വരുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ എക്സാം പോലെ ആയിരിക്കില്ല ഈ വർഷത്തെ എക്സാം. ഡിഫിക്കൽട്ടി ലെവൽ കൂടിയും കുറഞ്ഞും വരാം. സോ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ നമ്പർ ഓഫ് വേക്കൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്, കട്ട് ഓഫ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം മെയിനായിട്ടും നമുക്ക് ബാങ്ക് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് ഉടനെ തന്നെ ഒരു ജോലിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി പറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതിനൊരു നെഗറ്റീവായിട്ട് പറയാം, ഒരിക്കലും 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 7 മാസം കൊണ്ട് ഒരിക്കലും ബാങ്ക് ജോലി നമുക്ക് എഴുതിയെടുക്കാം, ആദ്യം എഴുതുന്നവരെ കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷേ നമുക്ക് ഒരിക്കലും നമ്പർ ഓഫ് ഇയേഴ്സ് ഒരു ക്രൈറ്റീരിയ അല്ല. നമുക്ക് 2 വർഷം, ഇതൊരിക്കലും ഒരു ഗ്രാജുവേഷൻ കോഴ്സ് അല്ലെങ്കിൽ +2 നമ്മൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന പോലെയോ അല്ല. 2 വർഷം പഠിച്ചാലേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 3 വർഷം പഠിച്ചാലേ അതിന് പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഫുൾ മൈൻഡോട് കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് പഠിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 6 months or 7 months ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്തിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഫുൾ മൈൻഡിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ബാങ്ക് എക്സാമിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ഉടനെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക് യു.